എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മളുടെ CBR 250R ആണ്. ഒരു കാലത്ത് ഇന്ത്യൻ റോഡുകളുടെ രാജാവായിരുന്നൊരു ബൈക്ക് എന്ന് വേണം ഞാൻ പറയാം. നമുക്ക് ഫുള്ളി ഫെയർഡ് സൂപ്പർ ബൈക്കുകൾ സ്വപ്നം കണ്ട് നടന്നൊരു തലമുറയ്ക്ക് ഹോണ്ട നൽകിയൊരു സമ്മാനം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു ബൈക്കാണ്. ലോകത്ത് ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബൈക്ക് തന്നെയാണ് CBR 250R. കാരണം അത്രയും ഫാൻ ബേസ് ഉള്ളൊരു വണ്ടിയാണത്. വേൾഡ് വൈഡ് ആയിട്ട് തന്നെ, നമ്മളുടെ ഇന്ത്യയിലത്തെ കാര്യം മാത്രമല്ല, വേൾഡ് വൈഡ് ആയിട്ട് തന്നെ അത്രയും ഫാൻ ബേസ് ഉള്ളൊരു വണ്ടിയാണ്. ഇതിന് പകരം വയ്ക്കാനോ പകരക്കാരനായിട്ടോ ഒറ്റ വണ്ടിയും ഇതുവരെ ഇതിന് ശേഷം പിന്നെ ഇറങ്ങിയിട്ടില്ല. ഇതിന് പകരം ഇത് മാത്രം എന്ന് പറയേണ്ട ഒരു വണ്ടി തന്നെയാണിത്. ഇന്ന് കാലം മാറി, ടെക്നോളജികളും മാറി. സോ ഈ ഒരു 2026 കാലഘട്ടത്തിൽ ഒരുപാട് പുതിയ ബൈക്കുകളും പുതിയ ടെക്നോളജിയും എല്ലാം വന്നിട്ടുള്ള ഈ ഒരു 2026 കാലഘട്ടത്തിൽ സെക്കൻഡ് ഹാൻഡ് CBR വാങ്ങുന്നത് ബുദ്ധിയാണോ? നമുക്കത് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഓടിച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്യാം, അതായിരിക്കും ബെറ്റർ. സോ നമ്മൾക്ക് 2026 കാര്യം നോക്കാം. നമ്മളുടെ ഇന്ത്യയിൽ CBR ലോഞ്ച് ചെയ്തത് 2011 മാർച്ചിലാണ്. 2012 അതിന് ശേഷം അവർ CBRൻ്റെ 150R ഇറക്കി. പക്ഷേ 2011 മാർച്ചിലാണ് നമ്മളുടെ CBR 250R ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ നിഞ്ച 250R ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ പൾസറും FC-യും ഫേസറും എല്ലാം അരങ്ങുവാണിരുന്നൊരു കാലമായിരുന്നു. അതിൻ്റെ ഇടയിലേക്കാണ് ഹോണ്ട CBR 250R കൊണ്ട് ലോഞ്ച് ചെയ്തത്. ആ ഒരു ഓളം അല്ലെങ്കിൽ ആ ഒരു ഓറ അതൊരു വേറെ തന്നെയായിരുന്നു ഇത് ഇറങ്ങിയ ടൈമിൽ. എതിരാളികളില്ലാത്ത പോരാളി എന്നെല്ലാം വിളിക്കാൻ പറ്റുന്ന ഒരു ബൈക്കായിരുന്നു ഇത് ആ കാലഘട്ടത്തിൽ. ഇന്നും ഇതിന് ആപ്റ്റായിട്ടുള്ള ഒരു എതിരാളി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിലും ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലും എല്ലാം അത്രത്തോളം കൺസിഡർ ചെയ്തുകൊണ്ട് ഹോണ്ട ഇറക്കിയിട്ടുള്ള ഒരു ബൈക്കാണിത്. ഈ ബൈക്കിൻ്റെ പര്യായ പദങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും റിഫൈൻമെൻറ്റ്, ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ റിലയബിലിറ്റി എന്ന്. കാരണം അത്രയും റിഫൈൻഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ബൈക്കാണ്. ഈ ബൈക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എൻജിൻ തന്നെയാണ്. ഒരു 249cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എൻജിൻ. അത് ഒരു 26.5 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 22.9 അറൗണ്ട് 23 Nm ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ലോ എൻഡ് ടോർക്ക് കുറച്ച് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇനീഷ്യൽ പുള്ള് നിങ്ങൾക്ക് കിട്ടത്തില്ല. പക്ഷേ ടോപ്പ് എൻഡ് ഭയങ്കരമാണ്. അതായത് ഒരു 165 to 170 അല്ല ഇതിൻ്റെ ടോപ്പ് എൻഡ് സ്പീഡ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. പിന്നെ മാത്രമല്ല, നമുക്ക് ഒരു 120, 110 കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ക്രൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു വൈബ്രേഷൻ പോലും ഒരു സ്ഥലത്തുനിന്ന് വരത്തില്ല. നമുക്ക് അത്രയും കംഫർട്ടബിളായിട്ട് ഇപ്പോൾ ടൂർ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇതിൻ്റെ റൈഡിങ് പോസ്ചർ ആണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് കംഫർട്ട് തരുന്ന രീതിയിലാണ് നമ്മൾ മറ്റുള്ള ബൈക്കുകളെല്ലാം കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്. പിന്നെ ഹൈവേയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ, അതൊരു 100, 110 ആ ഒരു റേഞ്ചിലെല്ലാം സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 35 മൈലേജ് എല്ലാം കിട്ടുന്നതാണ്. മേ ബി അതിനേക്കാളും കൂടുതലും കിട്ടും. പക്ഷേ നമ്മൾ ഓടിക്കുന്ന പോലെ ഇരിക്കും. ഇറ്റ്സ് അപ് ടു ദ റൈഡർ. പിന്നെ പറഞ്ഞല്ലോ, ഇതിൻ്റെ സസ്പെൻഷനെല്ലാം ട്യൂൺ ചെയ്തിട്ടുള്ളത് നമുക്ക് ഒരു ടൂറിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സോഫ്റ്റ്വെയർ സൈഡാണ്. ഇപ്പോൾ ബാക്ക് സൈഡാണെങ്കിലും ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ ആണെങ്കിലും. പക്ഷേ നമുക്ക് ട്രാക്കിൽ യൂസ് ചെയ്യാനായിട്ട് ട്രാക്ക് ഫോക്കസ്ഡ് അല്ല ഒബ്വിയസ്ലി വണ്ടി. ഇതിൻ്റെ റൈഡിങ് പോസ്റ്റർ ആണെങ്കിലും ട്രാക്ക് ഫോക്കസ്ഡ് അല്ല. സോ ട്രാക്കിൽ ഇൻ കേസ് നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫോർക്ക് ഓയിലെല്ലാം ചേഞ്ച് ചെയ്ത് കുറച്ച് ഹാർഡർ ആക്കേണ്ടി വരും സസ്പെൻഷൻ. അതർവൈസ് നമുക്ക് ടൂറിങ്ങിനെല്ലാം, അതായത് പക്ക സ്പോർട്സ് ടൂറാണ്. നമ്മളുടെ RC200 പോലെ അത്ര അഗ്രസീവ് ഒന്നുമല്ല. പിന്നെ നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു മെക്കാനിക്കൽ കണക്ഷൻ, അതായത് പുതിയ ടെക്നോളജികളൊന്നുമില്ല ഈ വണ്ടിയിൽ. ABS ഉണ്ട്, ഡ്യുവൽ ചാനൽ ABS. അതൊഴിച്ച് ഈ ABS ഇല്ലാത്ത മോഡലുകളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ വണ്ടി 2019 മോഡലാണ്. അതുകൊണ്ട് ഡ്യുവൽ ചാനൽ ABS ഉണ്ട്. പക്ഷെ നമ്മുടെ റൈഡ് ബൈ വയറോ അല്ലെങ്കിൽ അതുപോലത്തെ ടെക്നോളജീസോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വണ്ടിയായിട്ട് നമ്മൾ മെക്കാനിക്കലായിട്ട് നമ്മൾ കണക്റ്റായി പോകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പഴയ വണ്ടികളെല്ലാം ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, ആ ഫീല് നമുക്ക്
വേറെ ഏത് ടെക്നോളജി ഉള്ള വണ്ടി ഓടിച്ചാലും കിട്ടത്തില്ല. ഒബ്വിയസ്ലി ടെക്നോളജി ഉള്ള വണ്ടികൾ ഓടിക്കാൻ ഒന്നുകൂടെ ഈസിയറാണ്. പക്ഷേ ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ പഴയ വണ്ടികൾ ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു കണക്ഷൻ, അത് കിട്ടണമെങ്കിൽ OG വണ്ടികൾ തന്നെ ഓടിക്കണം. സോ നമ്മളുടെ 2026 ഈ ബൈക്ക് വാങ്ങുന്നത് ബുദ്ധിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ബൈക്കാണിത്. സോ ഞാൻ പറയുക, ഇത് വാങ്ങുന്നത് 2026 എന്നല്ല, ഏതൊരു കാലഘട്ടത്തിലും ഈ വണ്ടി വാങ്ങുന്നത് എന്ന് പറയുന്നത് വർത്താണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രത്തോളം റിഫൈൻമെൻ്റ് ഉള്ള, ഇത്രത്തോളം റിലയബിലിറ്റി ഉള്ള, ഇത്രത്തോളം ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ബൈക്ക് കിട്ടുക എന്ന് പറയുന്നത്, അതായത് എല്ലാം ഒത്തിണങ്ങി ചേർന്നുകൊണ്ട്, റിലയബിലിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും മാത്രമല്ല, റിഫൈൻമെൻ്റ് ആണെങ്കിലും, അതുപോലെ തന്നെ കംഫർട്ട് ആണെങ്കിലും, അതുപോലെ തന്നെ ടൂറിങ്ങിനാണെങ്കിലും, ഡെയിലി യൂസിനാണെങ്കിലും മൈലേജ് ഉള്ളൊരു വണ്ടിയാണ്. ഇതെല്ലാം ഒത്തിണങ്ങിക്കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വണ്ടി ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഇത് ഏത് കാലഘട്ടത്തിൽ വാങ്ങുന്നതാണെങ്കിലും നല്ലതാണ്. പക്ഷേ സെക്കൻഡ് മാർക്കറ്റിൽ ഈ വണ്ടി വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വണ്ടി ആയിരിക്കണമെന്ന് മാത്രം. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇറങ്ങുന്ന വണ്ടികളുടെ റിഫൈൻമെൻറ്റിനേക്കാളും 10 വർഷം പഴയ ഒരു CBRൻ്റെ റിഫൈൻമെൻറ്റാണ് ബെറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ഹോണ്ടയുടെ ആ ഒരു എൻജിനീയറിങ് മികവ് നമ്മൾ അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. പിന്നെ നിങ്ങൾ ഈ വണ്ടി വാങ്ങാനായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ കൺസിഡർ ചെയ്തേക്കാവുന്ന കുറച്ച് വണ്ടികളാണ് നമ്മളുടെ RC200, അതുപോലെ തന്നെ ജിക്സറിൻ്റെ SF250, പിന്നെ RR310 അതുപോലെയുള്ള വണ്ടികൾ. RC200 എന്ന് പറയുന്നത് കുറച്ചുകൂടെ ട്രാക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഇറക്കിയിട്ടുള്ളൊരു വണ്ടിയാണ്. സോ അതിൻ്റെ റൈഡിങ് പോസ്ചർ ആണെങ്കിലും കുറച്ച് അഗ്രസീവാണ്. അതൊരു പ്രോപ്പർ സ്പോർട്സ് ബൈക്കാണ്. അതിൽ അത്രത്തോളം ടൂർ ചെയ്യാനോ, അതുപോലെ കുറച്ച് ഡിഫിക്കൽട്ടാണ് ആക്ച്വലി ടൂർ ചെയ്യാനെല്ലാം. ചെയ്യാൻ പറ്റില്ല എന്നല്ല, ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഡുക്കാട്ടി V4 വരെ ടൂർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇറ്റ്സ് അപ് ടു ദ പീപ്പിൾ. അവർക്ക് പോകണമെങ്കിൽ പോകാം. അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരാണെങ്കിൽ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടും. അത് അങ്ങനെയാണ്. അതുപോലെ തന്നെയുള്ളതാണ് ജിക്സറിൻ്റെ SF250. ഈ SF250 എന്ന് പറയുമ്പോൾ നമുക്ക് സിറ്റി യൂസിനെല്ലാം കൊള്ളാം. പക്ഷേ ഒരു ടൂറിംഗ് എന്ന് പറയുന്ന ഒരു പർപ്പസ് വരുന്ന സമയത്ത് SF250 നമുക്ക് കുറച്ചുകൂടെ അണ്ടർ പവേർഡായിട്ട് തോന്നാം. കാരണം ഇനീഷ്യലി ഒരു പുള്ളുണ്ടെങ്കിലും വണ്ടി ടോപ്പ് എൻഡ് വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ അതൊരു സിറ്റി പർപ്പസിനൊക്കെ നല്ലൊരു ബൈക്കാണെന്ന് വേണം പറയാനായിട്ട്. ടൂറിങ്ങിന് കമ്പയർഡ് ടു CBR ആണ് ഞാൻ പറയുന്നത്. കമ്പയർഡ് ടു CBR 250R ടൂറിങ്ങിന് അത്രത്തോളം മികച്ചൊരു ബൈക്കല്ല. ഇതിപ്പോൾ നമ്മുടെ നന്ദി ഹിൽസ് റോഡിലേക്കാണ് കിടക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തൊരു വണ്ടി വരുന്നതാണ് നമ്മളുടെ RR310. RR310 ഈ പറഞ്ഞ പോലെ ട്രാക്ക് ഫോക്കസ്ഡ്, അതുപോലെ തന്നെ ഒരു സ്പോർട്സ് ടൂറിംഗ് എന്നും പറയാം. പക്ഷേ CBRൻ്റെ അത്രയ്ക്ക് കംഫർട്ട് തരുന്നൊരു പൊസിഷനല്ല RR310 ആണെങ്കിലും. പിന്നെ മാത്രമല്ല, വൈബ്രേഷൻ ഇഷ്യൂസ് നിങ്ങൾക്കറിയാമല്ലോ. സോ അത് റിവേഴ്സ് ഇൻക്ലൈൻഡ് എഞ്ചിൻ്റെ പ്രശ്നമാണ്. പക്ഷേ സ്റ്റിൽ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിലും ഈ CBRൻ്റെ അത്രയ്ക്ക് റിഫൈൻമെൻറ്റ് തരുന്ന, അല്ലെങ്കിൽ ഇത്രത്തോളം കംഫർട്ട് തരുന്ന ഒരു വേറെ ബൈക്ക് ഇല്ല എന്ന് വേണം പറയാനായിട്ട്. സോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ബൈക്ക് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, 4 ആൾ കൂടുന്ന സമയത്ത് ഈ ബൈക്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ബൈക്ക് ശ്രദ്ധിക്കുന്നത് മാത്രമല്ല, ഈ ബൈക്ക് അഡ്മയർ ചെയ്യും, ചർച്ച ചെയ്യപ്പെടും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബൈക്കാണ്. പിന്നെ ഈ ബൈക്ക് ഓൺ ചെയ്ത ശേഷം ഇനിയിപ്പോൾ നമുക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ട് വരുന്ന പ്രശ്നം പാർട്സ് അവൈലബിലിറ്റിയാണ്. ഇതുവരയ്ക്കും അത്രത്തോളം ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല പാർട്സ് അവൈലബിലിറ്റിക്ക്. അവിടെ ഇവിടെയും ഒക്കെ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത്രത്തോളം കഠിനമായ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഇതിൻ്റെ പാർട്സ് അവൈലബിലിറ്റിക്ക് ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇൻ കമ്മിങ് ഇയേഴ്സ്, മേ ബി ഇൻ ഡൗൺ ദ ലൈൻ ഒരു 2-3 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ചിലപ്പോൾ പാർട്സിന് ക്ഷാമം അനുഭവപ്പെട്ടേക്കാം. പക്ഷേ എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യമുള്ള പാർട്സുകളാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ അവൈലബിലിറ്റി തീരെ ഇല്ലാത്ത പാർട്സുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് വരുത്തിക്കാവുന്നതാണ്. അത്രത്തോളം കോസ്റ്റ് ഒന്നുമില്ല. ചില വെബ്സൈറ്റുകളിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്യൂട്ടി എല്ലാം പേ ചെയ്യേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും അത്രത്തോളം നമുക്ക് ഇവിടെ കിട്ടാത്തൊരു പാർട്ട് കിട്ടുന്ന അത്രത്ര ഡിമാൻഡിൽ, അതായത് അവർ പറയുന്ന പൈസ കൊടുത്ത് ചിലപ്പോൾ വാങ്ങേണ്ടി വരും ചില പാർട്സുകളെല്ലാം.
സോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഓർഡർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേസർ 600ൻ്റെ. അതിൽ ഞാൻ പറഞ്ഞു അത് 2010, 2009, 2010 കാലഘട്ടത്തിൽ ഡിസ്കണ്ടിന്യൂ ആയ വണ്ടിയാണ്. അത് ഇന്ത്യയിൽ ആ വണ്ടി വന്നിട്ടേ ഇല്ല. സോ അങ്ങനെയുള്ള ഒരു വണ്ടിയുടെ പാർട്സ് ഇപ്പോഴും സ്റ്റിൽ അതിൻ്റെ ഒരു വാഷർ വരെ നമുക്ക് വാങ്ങാൻ കിട്ടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതും ഇന്ത്യയിൽ. ഇപ്പോൾ അതിൻ്റെ സർവീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്ത് അവർ കൊണ്ടുവന്ന് പിന്നെ ഇവിടെ ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ്. സോ പാർട്സ് അവൈലബിലിറ്റി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തായാലും അടുത്തൊരു കുറച്ച് വർഷങ്ങളിലേക്ക് എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കരുതൽ എപ്പോഴും നല്ലതാണെന്ന് പറയാമല്ലോ. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ്സ് മാർക്കറ്റിൽ ഈ വണ്ടി കൺസിഡർ ചെയ്യുന്നവർക്ക് യെസ് യു ക്യാൻ അതായിട്ട് മുന്നോട്ട് പോകാം. മാത്രമല്ല നിങ്ങൾ വണ്ടി വാങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടി വാങ്ങുക. കാരണം മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാത്ത വണ്ടികളാണെങ്കിൽ അതിൻ്റേതായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അത് ചിലപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, വാങ്ങിച്ചതിന് ശേഷമായിരിക്കും ഓരോ ഇഷ്യൂസ് പോപ്പപ്പ് ചെയ്യാൻ തുടങ്ങുക. സോ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി പോയി വാങ്ങുക. വണ്ടികളെ പറ്റി അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, പോയി നോക്കിയിട്ട് വാങ്ങുക. അല്ലാത്തവരാണെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോയി നോക്കിയതിന് ശേഷം വാങ്ങുക. സോ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2026 ഈ വണ്ടി വർത്താണ് വാങ്ങുന്നത്. ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ അഭിപ്രായങ്ങൾ ഉണ്ടായി എന്നായിരിക്കാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഞാനിതിൻ്റെ പെർഫോമൻസ് ഒന്ന് കാണിച്ചു തരാം. അത്രത്തോളം എനിക്ക് സ്പീഡ് എടുക്കാൻ സാധിക്കില്ല, കാരണം ഞാൻ ഗിയേർഡല്ല. സോ ഗിയേഴ്സ് ഒന്നും ഇടാത്തതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട്. കാരണം വണ്ടിയുടെ പ്രശ്നമല്ല, അതെൻ്റെ പ്രശ്നമാണ്. സോ നമുക്കൊന്ന് നോക്കാം. ബ്രേക്കിംഗ് എന്നല്ല, അടിപൊളി ബ്രേക്കിംഗ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. സോ അടുത്തൊരു വണ്ടിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.